ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഡിഫൻസസ് അണ്ടർ ടോർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഡിഫൻഡന്റ് ഒരു പെർട്ടിക്കുലർ സിവിൽ റോങ് അല്ലെങ്കിൽ ടോർട്ട് കമ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യം കോടതിയുടെ മുൻപാകെ നമ്മുടെ പ്ലെയിൻറ്റിഫിന് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആ ഒരു പെർട്ടിക്കുലർ ടോർട്ട് കമ്മിറ്റ് ചെയ്തതിന് നമ്മുടെ ഡിഫൻഡന്റ് ലയബിൾ ആവുന്നതാണ്. ബട്ട് there are some defenses available to him using which he can absolve himself from the liability arising out of the wrong committed. പക്ഷേ നമ്മുടെ ഡിഫൻഡന്റിന് നമ്മുടെ ലോ ഓഫ് ടോർട്ടിൻ്റെ അണ്ടറിൽ കുറച്ച് ഡിഫൻസസ് അവൈലബിൾ ആണ്. അതായത് അങ്ങനെ തൻ്റെ മുകളിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ആ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫൻസസ് നമ്മുടെ ഡിഫൻഡന്റിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ആ ഡിഫൻസസിനെ പറയുന്ന പേരാണ് ജനറൽ ഡിഫൻസസ് ഇൻ ദ ലോ ഓഫ് ടോർട്ട്. ജനറൽ ഡിഫൻസസ് അണ്ടർ ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത് വോളണ്ടി നോൺ ഫിറ്റ് ഇൻജുറിയ, പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ, ഇന്നെവിറ്റബിൾ ആക്സിഡൻസ്, ആക്ട് ഓഫ് ഗോഡ്, പ്രൈവറ്റ് ഡിഫൻസസ്, മിസ്റ്റേക്ക്, നെസസിറ്റി, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്നിവയൊക്കെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജുറിയ ആസ് എ ജനറൽ ഡിഫൻസ് ആണ് നോക്കാൻ പോകുന്നത്. Where there is consent, there is no injury എന്നുള്ള പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഫൻസ് ആണ് വോളണ്ടി നോൺ ഫിറ്റ് ഇൻജുറിയ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൽ താൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തനിക്ക് ഇന്ന അപകടങ്ങൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന ദോഷങ്ങൾ തനിക്ക് നേരിടേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ആ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ആൻഡ് ഒരിക്കൽ ആ ഒരു വ്യക്തി ആ റിസ്ക് ഏറ്റെടുക്കാൻ സമ്മതം മൂടിയാൽ പിന്നെ അയാൾക്ക് ആ ഇവൻ്റ് വഴി നേരിടേണ്ടി വരുന്ന ഇഞ്ചുറിക്ക് ലോ ഓഫ് ടോർട്ടിൻ്റെ അണ്ടറിൽ റെമഡി ഒന്നും ലഭിക്കില്ല എന്നാണ് ഈ വോളണ്ടി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റുമായിട്ട്, അതായത് ഡിഫൻസായിട്ട് ഇത് എങ്ങനെ റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഹാം അനുഭവിക്കാൻ അതല്ലെങ്കിൽ സഫർ ചെയ്യാൻ നമ്മുടെ പ്ലെയിൻറ്റിഫ് കൺസെൻറ്റ് മൂളിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പ്ലെയിൻറ്റിഫ് സമ്മതം മൂളിയിട്ടുണ്ടെങ്കിൽ ലേറ്റർ ഓൺ ആ ഒരു ആക്ട് വഴി അറേസ് ചെയ്യുന്ന ഇഞ്ചുറിക്ക് നമ്മുടെ ഡിഫൻഡൻറ്റ് ഉത്തരവാദിയല്ല. സോ അതുകൊണ്ട് തന്നെ പ്ലെയിൻറ്റിഫിന് ആ ഇഞ്ചുറിയുടെ മുകളിൽ കോടതിയുടെ അണ്ടറിൽ റെമഡി സീക്ക് ചെയ്ത് പോകാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഞാനൊരു വ്യക്തിയെ എൻ്റെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്തു ആൻഡ് അയാൾ എൻ്റെ വീട്ടിലേക്ക് വരും ചെയ്തു. സോ വൺസ് അയാൾ എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ എൻ്റെ വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എവിടെയും കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ റെമഡി സീക്ക് ചെയ്യാനോ പറ്റില്ല. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ, ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഗസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് ട്രെസ്പാസ് നടത്തി എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ മുൻപാകെ പരാതിപ്പെടാൻ പറ്റില്ല. സോ വോളണ്ടി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സമ്മതം മൂളിയിട്ടുണ്ടെങ്കിൽ ലേറ്റർ ഓൺ ആ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഹാമിനൊന്നും നമുക്ക് റെമഡി സീക്ക് ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വോളണ്ടി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ അണ്ടറിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേസ് ലോ ആണ്. അതായത് ഹോൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ്സ് ഓട്ടോ റേസിംഗ് ക്ലബ്. ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻഡൻറ്റിൻ്റെ കമ്പനി ഒരു പെർട്ടിക്കുലർ കാർ റേസിംഗ് ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കാർ റേസിംഗ് ഇവൻറ്റ് കാണാൻ നമ്മുടെ പ്ലെയിൻറ്റിഫും വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ കാർ റേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അതിലൊരു കാറ് നമ്മുടെ കാണികളുടെ ഇടയിലോട്ട് തെറിച്ച് വീഴുകയുണ്ടായി. സോ ആ കാറ് തെറിച്ച് വീണത് വഴി നമ്മുടെ പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു? ഡിഫൻഡൻറ്റിനെതിരായിട്ട് സ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കാർ റേസിംഗ് കാണാൻ സ്വമേധയാലാണ് നമ്മുടെ പ്ലെയിൻറ്റിഫ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന റിസ്ക് ഫാക്ടേഴ്സ് ഈ റേസിംഗ് പ്രോഗ്രാമിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ
പ്ലെയിൻറ്റിഫ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫൻഡൻറ്റിനെ ഇവിടെ ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സയൻറ്റി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് മിയർ നോളജ് ഡസ് നോട്ട് ഇംപ്ലൈ അസെൻറ്റ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൻ്റെ മുകളിലുള്ള റിസ്ക് ഫാക്ടറിനെ കുറിച്ചുള്ള നോളജ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ മുകളിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ട്. ആ അറിവിനെ നമുക്ക് അയാളുടെ കൺസെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സയൻറ്റി നോൺ ഫിറ്റ് ഇൻജുറിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വഴി യാത്രക്കാരന് ഒരു വണ്ടിക്കാരൻ വന്നിട്ട് ഇടിച്ചു. എന്നിട്ട് ഇടിച്ച സമയത്ത് ഇയാൾ പറയുകയാണ്, ഞാൻ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജുറി എടുക്കുകയാണ്, കാരണം വഴിക്കൂടെ നടക്കുമ്പോൾ വണ്ടി വന്ന് ഇടിക്കാമെന്നുള്ള ബോധ്യം നമ്മുടെ വഴിയാത്രക്കാരനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജുറിയ എന്നുള്ള ഡിഫൻസ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം മിയർ നോളജ് ഒരിക്കലും ഒരു വ്യക്തിയുടെ കൺസെൻ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ മാക്സിമിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നെഗ്ലിജൻസ് ഈസ് ആൻ എക്സെപ്ഷൻ. അതായത് ഡിഫൻഡൻസ് അശ്രദ്ധാപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ നെഗ്ലിജൻ്റ്ലി ആണ് ബിഹേവ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജുറിയ എന്നുള്ള ഡിഫൻസ് നമ്മുടെ പ്ലെയിൻറ്റിഫിനെതിരായിട്ട് അവർക്ക് എടുക്കാൻ കഴിയില്ല. രണ്ടാമതായിട്ട് കൺസെൻറ്റ് മസ്റ്റ് ബി ഫ്രീ. നമ്മുടെ പ്ലെയിൻറ്റിഫ്സ് റിസ്ക് അണ്ടർടേക്ക് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിഫൻസ് നമ്മുടെ ഡിഫൻഡൻസിന് പ്ലെയിൻറ്റിഫിനെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഫ്രോഡ് വഴിയോ അതല്ലെങ്കിൽ കമ്പൽ ചെയ്തിട്ടൊന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന കൺസെൻറ്റിനെ നമ്മൾ കൺസെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഫ്രീ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിഫൻസ് നമ്മുടെ പ്ലെയിൻറ്റിഫിനെതിരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതായിട്ട് റെസ്ക്യൂ കേസസ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫൻഡൻസ് സൃഷ്ടിക്കുന്ന അപകടത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലെയിൻറ്റിഫ് സ്വമേധയാ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ നമ്മുടെ ഡിഫൻഡൻസിന് ഈ ഒരു വോളണ്ടി നോൺ ഫിറ്റ് ഇൻജുറിയ പറഞ്ഞിട്ടുള്ള ഡിഫൻസ് നമ്മുടെ പ്ലെയിൻറ്റിഫ്സിനെതിരായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റെസ്ക്യൂ കേസസിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ട് നോക്കാം. അതായത് വാഗ്നർ വേഴ്സസ് ഇൻ്റർനാഷണൽ റെയിൽവേ. ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻഡൻസിൻ്റെ അശ്രദ്ധ മൂലം ഒരു റെയിൽവേ യാത്രക്കാരൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. സോ വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഗോട്ട് ഡൗൺ ആഫ്റ്റർ ദ ട്രെയിൻ സ്റ്റോപ്പ് ടു ലുക്ക് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ട്രെയിൻ നിർത്തിയ ശേഷം, അതായത് ട്രെയിൻ ഒന്ന് നിന്ന ശേഷം ആ വീണ വ്യക്തിയുടെ ഒരു സുഹൃത്ത് എന്ത് ചെയ്തു, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് തൻ്റെ വീണ സുഹൃത്തിനെ തിരയാൻ ഇറങ്ങുമായിരുന്നു. പക്ഷേ ഭയങ്കര ഇരുട്ടായിരുന്നു അവിടെ. അതായത് പൂർണ്ണ ഇരുട്ടായിരുന്നതിനാൽ ആ തിരയാൻ ഇറങ്ങിയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു, കാല് തെറ്റിയിട്ട് ഒരു പാലത്തിൻ്റെ താഴേക്ക് വീഴുകയും അയാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ റെസ്ക്യൂ കേസ് ആയതിനാൽ നമ്മുടെ റെയിൽവേ കമ്പനി ലയബിൾ ആയിരുന്നു എന്നാണ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയ ആസ് എ ഡിഫൻസ് അണ്ടർ ടോർട്ടിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So, thank you for watching the video.